ഡാഷ് ഈസ് ദ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് ഓഫ് മത്സ്യഫെഡ്. ന്യൂട്രിഫിഷ്, വ്യാസ, ചിട്രോൺ, മത്സ്യ. ഇതിൽ ശരി ഉത്തരമില്ല. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറി ഡെവലപ്മെന്റ് എന്നതാണ് മത്സ്യഫെഡിന്റെ പൂർണ്ണരൂപം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1984 മാർച്ച് 19 ഇതിന്റെ ഹെഡ്ക്വാർട്ടർ തിരുവനന്തപുരത്താണ്. മത്സ്യഫെഡ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഓർഗാനിക് ഫിഷ് മാനുവർ ആണ് ന്യൂട്രിഫിഷ്. മത്സ്യഫെഡ് ലൂബ്രിക്കൻസ്, ഫിഷിംഗ് ഇക്വിപ്മെന്റ്സ് മുതലായവ സെയിൽസ് നടത്തുന്നത് വ്യാസ സ്റ്റോഴ്സിലൂടെയാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ സ്പെല്ലിംഗ് എറർ ഉണ്ട്, അല്ലെങ്കിൽ ഇത് കൃത്യമായ ആൻസറായി വരുമായിരുന്നു. മത്സ്യ എന്നത് മത്സ്യഫെഡിന്റെ ഒരു മാഗസീനാണ്. യഥാർത്ഥത്തിൽ ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് ആണ് ചിറ്റോസൻ. അതായത് കൊളസ്ട്രോളിനെതിരെയുള്ള മത്സ്യഫെഡിന്റെ ഒരു നാച്ചുറൽ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് ആണ് ചിറ്റോസൻ. ഇത് 1988-89 കാലഘട്ടത്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മത്സ്യഫെഡ് എസ്റ്റാബ്ലിഷ്ഡ് ചിറ്റിൻ ആൻഡ് ചിറ്റോസൻ പ്ലാന്റ് അറ്റ് കൊല്ലം, നീണ്ടകര ഇൻ 1988. 88 ചിറ്റിൻ ആൻഡ് ചിറ്റോസൻ പ്ലാന്റ് കൊല്ലം, നീണ്ടകരയിൽ മത്സ്യഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓണർഷിപ്പ് ഡിവിഡൻഡ് ഈസ് ഗിവൺ ഇൻ ഡാഷ് സൊസൈറ്റീസ്. ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റീസ്. ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി എന്നത് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഫാമിംഗ് സൊസൈറ്റീസ് പ്രധാനമായും 4 ടൈപ്സ് ഉണ്ട്. ഒന്ന് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി, അതായത് ഇൻഡിവിജ്വൽ ഫാമിംഗ് ഓൺ കോഓപ്പറേറ്റീവ് ബേസിസ്. ഇതിന്റെ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് മെമ്പേഴ്സിന് തന്നെയാണ്. രണ്ടാമത്തേതാണ് ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി. ഓണർഷിപ്പ് ഡിവിഡൻഡ് ഈ ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെയും ഓണർഷിപ്പ് ഓഫ് ലാൻഡ് മെമ്പേഴ്സിന് തന്നെയാണ്. മൂന്നാമത്തേത് കളക്റ്റീവ് ഫാമിംഗ്. ഈ ഫാമിങ്ങിൽ ലാൻഡ് ലീസിനെടുക്കുകയാണ് ചെയ്യുന്നത്. ഓണർഷിപ്പ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗവൺമെന്റിനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാൻഡ് ലോഡിനായിരിക്കും. നാലാമത്തേത് കളക്റ്റീവ് ഫാമിംഗ്. ഇവിടെ ലാൻഡ് ഓൺ ചെയ്യുന്നത് സൊസൈറ്റിയാണ്. പ്രോസ്പെരിറ്റി, പ്രമോഷൻ, പ്രോഗ്രസ് ആർ റിലേറ്റഡ് ടു. ഇതിന്റെ ശരി ഉത്തരം NCUI. പ്രോസ്പെരിറ്റി, പ്രമോഷൻ, പ്രോഗ്രസ് എന്നത് NCUIയുടെ ആപ്തവാക്യമാണ്. NCUIയുടെ കീഴിൽ വരുന്നതാണ് NCCTയും NCCEയും. നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനും. ICMന്റെ ആപ്തവാക്യമാണ് കോഓപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. ഡാഷ് ഈസ് നോൺ ആസ് ദ മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ആനന്ദ്, ഗാന്ധിനഗർ, അഹമ്മദാബാദ്, സൂറത്ത്. ഇതിന്റെ ശരി ഉത്തരം ആനന്ദ്. മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ ആനന്ദാണ്. എന്നാൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദ വേൾഡ് എന്നത് ഇന്ത്യയാണ്. ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നത് ഉത്തർപ്രദേശാണ്. ഈ പോയിന്റുകൾ കൃത്യമായി ഓർത്തിരിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരഫെഡ്. കണ്ണൂർ, തിരുവനന്തപുരം, കൊച്ചിൻ, കോഴിക്കോട്. തിരുവനന്തപുരം ആണ് കേരഫെഡിന്റെ ഹെഡ്ക്വാർട്ടർ. കേരഫെഡിന്റെ ഹെഡ്ക്വാർട്ടർ തിരുവനന്തപുരം. കൊയർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടർ കൊച്ചിൻ. റബ്കോയുടെ ഹെഡ്ക്വാർട്ടർ കണ്ണൂർ. കൊയർ ഫെഡിന്റെ ഹെഡ്ക്വാർട്ടർ ആലപ്പുഴ. ദ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇസ്രായേൽ ആർ നൂവ, കൊൽക്കോഷ്, കിബുട്സ്, KOH. ശരി ഉത്തരം നൂവ. ഇവിടെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇസ്രായേൽ അറിയപ്പെടുന്നത് നൂവ. കളക്റ്റീവ് സെറ്റിൽമെന്റ് ഇൻ ഇസ്രായേൽ ആണ് കിബുട്സ്. കളക്റ്റീവ് ഫാമിംഗ് ഇൻ റഷ്യ കൊൽക്കോഷ് എന്നറിയപ്പെടുന്നു. കളക്റ്റീവ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ അറിയപ്പെടുന്നത് KOH. ഡാഷ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് ഫ്രഞ്ച് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. ചാൾസ് ഫ്യൂരിയർ. ചാൾസ് ഗൈഡ് എന്നതും ജർമ്മനിയിൽ നിന്നുള്ള ഒരു കോഓപ്പറേറ്ററാണ്. അദ്ദേഹമാണ് കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. GDH കോലെ എന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കോഓപ്പറേറ്ററാണ്. JP വാർബേസ് എന്നത് USA നിന്നുമുള്ള ഒരു കോഓപ്പറേറ്ററാണ്. കോഓപ്പറേറ്റീവ് ലീഗ് ഓഫ് USAയുടെ ഫൗണ്ടറും JP വാർബേസ് ആണ്.
NCCF was established in the year 1965. NCCF എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965. NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് 1963. VR ആക്ട് കോപ്പറേറ്റീവ്സിന് ആപ്ലിക്കബിൾ ആയത് 1966 മുതലാണ്. NCDFI എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1970-ലാണ്. ദ ഹോൾ സ്കൂൾ ഇൻ ഡെൻമാർക്ക് വാസ് ഫൗണ്ടഡ് ബൈ ഗ്രൻഡ്വിങ്. കോപ്പറേറ്റീവ് ക്രീമറി ഇൻ ഡെൻമാർക്കിന്റെ ഫൗണ്ടർ സ്റ്റൈലിംഗ് ആൻഡേഴ്സൺ. കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ഡെൻമാർക്ക് HC സോനയുടെ സംഭാവനയാണ്. ഡയറി കോപ്പറേറ്റീവ് ഇൻ ഡെൻമാർക്ക്, അതിൻ്റെ ഫൗണ്ടർ LC നെൽസൺ ആണ്. ഡെൻമാർക്കിലെ ഫോൾ സ്കൂളിൻ്റെ ഫൗണ്ടർ ഗ്രൻഡ്വിങ്. ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ? ദിലീപ് സാംഗ്ബാനി. NCUAയുടെ ചെയർമാൻ ദിലീപ് സാംഗ്ബാനി. മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ നരേന്ദ്ര സിംഗ് തോമർ. സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അമിത് ഷാ. കൊയർഫെഡ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ ഓഫ് 1979. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റ് ഫെഡറേഷൻ ആണ് കൊയർഫെഡ് എന്നറിയപ്പെടുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1979 ഒക്ടോബർ 27-നാണ്. ഇത് 3 ടയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടർ ആലപ്പുഴയിലാണ്. മന്ത്ലി കൊയർ ന്യൂസ്. കൊയർ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1954-ലാണ്. ദ ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ് അറ്റ് ഡാഷ് ഇൻ 1879. ബറോഡ. ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ബറോഡ. ഫസ്റ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബോംബെയിലെ സാരസ്വത്തിലാണ്. ഫസ്റ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് 1929 മദ്രാസിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡൽഹിയിലാണ്. ഹു ഓർഗനൈസ്ഡ് റൂറൽ കോപ്പറേറ്റീവ് ഇൻ ജർമ്മനി? റൈഫീസൺ. അർബൻ കോപ്പറേറ്റീവ് ഇൻ ജർമ്മനി ഷൂൾസും. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനുമാണ്. Cooperation in India was the result of government policy. Who said it? Horace Plunkett. Cooperation failed, but it must succeed എന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അതായത് ഗോർവാല കമ്മിറ്റിയുടെ കൊട്ടേഷനാണ്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് എന്നത് റോബർട്ട് ഓവന്റെ കൊട്ടേഷനാണ്. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്നത് മാക് ലഗാന്റെ കൊട്ടേഷനാണ്. ഭാരത് ജൈവ ഈസ് റിലേറ്റഡ് ടു റബ്ബർ മാർക്ക്. ഭാരത് ജൈവ എന്നത് റബ്ബർ മാർക്കിന്റെ പ്രോഡക്റ്റ് ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് ഇഫ്കോ. റെയ്നോ ചപ്പൽ, ലഷ് ഓയിൽ, റബോഡ്, ന്യൂട്രിക്കോ ഇതൊക്കെ റബ്കോയുടെ പ്രോഡക്റ്റ് ആണ്. കേരജം എന്നത് മാർക്കറ്റ് ഫെഡിന്റെ പ്രോഡക്റ്റ് ആണ്. റൈഫീസൺ ഡിഡ് ഫോർ ജർമ്മനി. വൂളൻബർഗ് ഡിഡ് ഫോർ ഇറ്റലി. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് UK-യിലാണ്. ബർത്ത് പ്ലേസ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്ക് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് ആണ്. എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് വാസ് റിട്ടൺ ബൈ SS പുരി. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എഴുതിയത് ഡ്യൂപ്പർനിക്സ്. ഇന്ത്യൻ എക്കോണമി പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്റ്റീവ്സ് എന്ന പുസ്തകം എഴുതിയത് DR ഗാഡ്ഗിൽ. ഡിസ്ട്രിക്ട് മാനുവൽ ഓഫ് കോയമ്പത്തൂർ എന്ന പുസ്തകം എഴുതിയത് ഫ്രെഡറിക് നിക്കോൾസൺ. The chief executive of a society who is also a member of managing committee is called MD, അതായത് മാനേജിംഗ് ഡയറക്ടർ. The custodian of professional education fund RCS, registrar of cooperative societies. Custodian of education fund
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് RBIയുടെ അണ്ടറിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നബാർഡിന് കീഴിലുമാണ്. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റഡ് ബൈ KS കാർഡ് ബാങ്ക് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ലിക്വിഡിറ്റി എന്നത് അസെറ്റ്, സെക്യൂരിറ്റി എന്നിവ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്നു, അതിനുള്ള കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അതിൻ്റെ ക്യാഷ് ഫ്ലോയെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട്, അതാണ് സേഫ്റ്റി. A commission was appointed in 1964 for reviewing cooperative principle under the chairmanship of DG Carvey. Law and Principles of Cooperation എന്ന പുസ്തകം എഴുതിയത് H. കാൽവേർട്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പിതാവ് മാക്ലഗൻ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമായ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് റെക്കമെൻഡ് ചെയ്ത കമ്മീഷനാണ് ലോ കമ്മീഷൻ. അതിൻ്റെ തലവനായിരുന്നു എഡ്വേർഡ് ലോ. മൾട്ടി ഏജൻസി അപ്രോച്ച് സ്കീം വാസ് റെക്കമെൻഡഡ് ബൈ റിവ്യൂ കമ്മിറ്റി. കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തത് പ്ലാനിംഗ് കമ്മിറ്റി 1947 അതോടൊപ്പം NCDCയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് mooted ബൈ ദ കോപ്പറേറ്റർ DR ഗാഡ്ഗിൽ. ദ സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള 3 tier. ലോങ് ടേം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഫോളോ ചെയ്യുന്നത് 2 tier structure ആണ്. മിനിമം ഇൻവോൾവ്മെന്റ് സിസ്റ്റം ഈസ് പുട്ട് ഫോർവേഡ് ബൈ നബാർഡ്. ലീഡ് ബാങ്ക് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969 RBI ആണ്. 2019 IDBIയുടെ 51% ഷെയറുകളും അക്വയർ ചെയ്തത് LIC ആണ്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ലെസ് ദാൻ 1 district ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷാൾ ബി സബ്മിറ്റഡ് ടു. ഒരു ജില്ലയിൽ താഴെ പ്രവർത്തന പരിധിയുള്ള ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാർക്കാണ്. എ പേഴ്സൺ ഡാഷ് ഷാൾ നോട്ട് ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് അൺസൗണ്ട് മൈൻഡ്. എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ of expulsion shall be communicated to the member within dash of such decision 15 days. A person expelled from membership may admit only after 1 year. ഒരു മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ 1 വർഷത്തിന് ശേഷം മാത്രമേ അയാൾക്ക് വീണ്ടും മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു മെമ്പറെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് 15 ദിവസത്തിനുള്ളിൽ അയാളെ അറിയിക്കണം. എ ഡാഷ് മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് നോമിനൽ മെമ്പർ. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. The removal of managing committee of a cooperative society by registrar is called supersession. In case of equality of votes at the time of election, the returning officer shall arrive at a decision by drawing lots. The accounts of a cooperative society shall be audited within dash of the close of financial year within 6 months. ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക.
ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിതിൻ 6 months of the close of financial year. The financial statement prepared by Chief Executive shall be approved by dash before submitting for audit. Managing Committee. Officer appointed under Section 65 of Kerala Cooperative Societies Act is called Inquiry Officer. Amount collected on account of money lost in negligence or mismanagement of a person by registrar is called surcharge. സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറയുന്നത്. അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ ഷാൽ ബി നോട്ടിഫൈഡ് ബൈ രജിസ്ട്രാർ ഇൻ ഒഫീഷ്യൽ ഗസറ്റ്. ചാപ്റ്റർ 10C ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് special provisions relating to the amalgamation through transfer of assets and liabilities of DCBs to KSCB. Dash shall be the appointing authority of cooperative tribunal. Government. Dash has no general body. Circle Cooperative Union. The corporation became provincial subject in 1919. Dash is the authority in a cooperative society to sue and to be sued. Chief Executive. Minimum number of promoters committee members are 3. If the joint registrar refuses to register a society, the aggrieved person shall make a representation to. ഈ question cancelled ആണ്. First general body is the association of persons who are signed in the application for registration of the society. A person expelled from membership may admit as a member only after 1 year. The inspection charge paid by the member shall not exceed rupees 25 for 1 year. The government shall delegate the powers of registrar as per Section 3(2) of Kerala Cooperative Societies Act to any person. Dash shall classify the societies according to their type and financial position. Government. Net profit of a cooperative bank in the financial year 2020-21 is 12,000. Education fund payable by the society. ഇവിടെ നോക്കുക, എഡ്യൂക്കേഷൻ ഫണ്ട് മിനിമം 2000 ആണ്. 5% നോക്കിക്കഴിഞ്ഞാൽ 600 അല്ല. ഈ ആൻസർ തെറ്റാണ്. മിനിമം 2000 ആണ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഇവിടെ നമ്മൾ കൺഫ്യൂസിങ് ആക്കാനാണ് 600 എന്നുള്ള ആൻസർ തന്നിരിക്കുന്നത്. എ ഡിസിഷൻ ഓഫ് രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 76 ഷാൽ ബി കോൾഡ് award. All cash and non-cash transactions of a cooperative society are recorded in day book. The closing balance of R&D statement is transferred to asset side of balance sheet. One among the following is not a part of working capital. Authorized share capital. Overriding commission is calculated on total sales. In the books of consignee, the expenses incurred by him on consignment are debited to consignor's account. Subscription received in advance is liability. അതായത് കോൾസ് ഇൻ അഡ്വാൻസിനെയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ്സുകളെല്ലാം കണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കുക. The amount of depreciation charged on furniture will be debited to dash account. Depreciation account.
ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അവിടെ ജേണൽ എൻട്രി ഡിപ്രിസിയേഷൻ എന്നത് എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ. ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Accommodation bill is also known as kite bill. Source document for recording transaction in return inward book. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്, അതായത് സെയിൽസ് റിട്ടേൺ ആണ്. അവിടെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട്. ഗുഡ്സ് ഇഷ്യൂഡ് ആസ് free samples are deducted from which account? ഗുഡ്സ് സാമ്പിൾസ് ആയി ഫ്രീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പർച്ചേസിൽ നിന്നാണ് കുറയേണ്ടത്. ആൻസർ എ, പർച്ചേസസ്. ഫർണിച്ചർ കോസ്റ്റിംഗ് ₹20,000 was depreciated on diminishing balance method. The book value at the third year 5,000. The rate of depreciation 50%. 20,000 എന്നുള്ള അസറ്റിൻ്റെ വാല്യൂ 5,000 ആയി. തേർഡ് ഇയറിൽ 5,000 ആയി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ, അപ്പം അതായത് അതിൻ്റെ 4/1 കുറഞ്ഞു. അപ്പം രണ്ടാമത്തെ ഇയറിലെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2/1 അപ്പം അതായത് 10,000 ആയിരിക്കും സെക്കൻഡ് ഇയറിലെ അസറ്റിൻ്റെ വാല്യൂ. കണ്ടോ, 20,000 ഫസ്റ്റ് ഇയറിൽ അസറ്റിൻ്റെ വാല്യൂ, തേർഡ് ഇയറിൽ അത് 5,000, അതായത് 1/4 കുറഞ്ഞു. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇയറിൽ അത് 10,000, 1/2 ആയിരിക്കും. 20,000, 10,000, 5,000 ഇങ്ങനെയാണ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒന്നാം വർഷം ഡിപ്രിസിയേഷൻ 10,000, രണ്ടാം വർഷം ഡിപ്രിസിയേഷൻ 5,000. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം depreciation is equal to original cost minus scrap into rate of depreciation. 20,000 into rate of depreciation ആണ് നമുക്ക് കാണേണ്ടത്. is equal to depreciation എന്നത് 10,000. ഇവിടെ നമ്മൾ rate of depreciation ഇവിടെ നിർത്തി. is equal to 10,000 rate of depreciation is equal to depreciation 10,000 divided by 20,000. ഇവിടെ 1/2 അതായത് 50% ആണ് കറക്റ്റ് ആൻസർ. മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. Sinking fund is created for the purpose of repayment of long-term liabilities. Sinking fund എന്താണെന്നുള്ളത് അക്കൗണ്ടിങ് ക്ലാസ്സുകളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ക്ലാസ്സുകളെല്ലാം കണ്ട് അക്കൗണ്ടിങ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഈസ് ഷോൺ balance sheet asset side. What will be the effect of commission received in accounting equation? അതായത് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് അസറ്റിനെയും ക്യാപിറ്റലിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അസറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്ലസ് ക്യാഷ്, ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്ലസ് ക്യാപിറ്റൽ. എ ആണ് കറക്റ്റ് ആൻസർ. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്സ് ഓവർഡ്രാഫ്റ്റ്, അതായത് ലയബിലിറ്റി. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ്. നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ റീസെയിൽ പർപ്പസ് ഈസ് എ എക്സ്പെൻസ്. Under dash principle, all material facts must be shown in financial statement. Full disclosure.
Both owners' equity and asset would be increased by profit earned and retained. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് ഡിവിഡൻഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം ബാക്കി വരുന്നത് വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴും അത് വീണ്ടും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഓണേഴ്സിൻ്റെ ക്യാപിറ്റലും കൂടുന്നുണ്ട്, അതോടൊപ്പം ബിസിനസ്സിൻ്റെ അസറ്റും കൂടുന്നുണ്ട്. പർച്ചേസ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഓഫ്. പർച്ചേസ് ലെഡ്ജറിൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടാണ് ഉണ്ടാകുന്നത്, അതായത് കടം നൽകിയ ആളുകളുടെ. ആൻസർ ബി. വെൻ ഡിസ്കൗണ്ടഡ് ബിൽസ് ആർ dishonored, the acceptor of the bill credit the dash account. Drawer's account. A credit purchase of goods from B wrongly entered in sales book. The affected accounts are. അതായത് ക്രെഡിറ്റ് പർച്ചേസ് ബിയുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയത് സെയിൽസ് ബുക്കിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് ഏതൊക്കെ അക്കൗണ്ടുകളെ എഫക്റ്റ് ചെയ്യും? പർച്ചേസിനെ എഫക്റ്റ് ചെയ്യും, സെയിൽസിനെ എഫക്റ്റ് ചെയ്യും, ബിയുടെ അക്കൗണ്ടിനെയും എഫക്റ്റ് ചെയ്യും. ആൻസർ ഡി. Interest rate on savings deposit account of a primary agricultural credit society is calculated on the minimum balance maintained in the account between the 10th day and last day of each calendar month. Interest on savings bank account of commercial banks is paid on daily product basis with effect from April 1st, 2010. A cooperative bank shall dash any auditors obtain the previous approval of RBI. ഇവിടെ ശ്രദ്ധിക്കുക, കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പും റീഅപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പും റിമൂവ് ചെയ്യുന്നതിന് മുമ്പും RBIയുടെ സാങ്ഷൻ വാങ്ങേണ്ടതാണ്. ആൻസർ ഡി. The full-time chairman of the board of an urban cooperative bank shall exercise his powers subject to the superintendent's control and direction of board of directors. The audit report, balance sheet and profit and loss account of a cooperative bank shall be published within dash from the close of financial year. ഇവിടെ ശ്രദ്ധിക്കുക, കോപ്പറേറ്റീവ് ബാങ്ക് ആണ്, അതുകൊണ്ട് BR ആക്ടിന് കീഴിൽ വരുന്നതാണ്. ശരി ഉത്തരം 3 months. അതേസമയം ഓഡിറ്റ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നാണെങ്കിൽ ശരി ഉത്തരം 6 months എന്നാകുമായിരുന്നു. Which of the following will not come under the reconstruction of a cooperative bank by RBI? ഇവിടെ ശ്രദ്ധിക്കുക, കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ടേക്ക് ഓവർ, മെർജർ, ടെർമിനേഷൻ, ഡീമെർജർ. ആൻസർ ഡി, ടെർമിനേഷൻ. Opening of branches by urban cooperative banks is governed by Section 23 of the provisions of BR Act. Dash is the risk management strategy employed to offset losses in investment by taking an opposite position in a related bank. Hedging. നികത്താൻ വേണ്ടി വേറെ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇൻ ഫിനാൻസ്, dash is a measure of how an individual asset moves when the overall stock market increases or decreases. ബീറ്റ. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ഒരു ഇൻഡിവിജ്വൽ അസറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ബീറ്റ. Dash is set up to buy the bad loans and other illiquid holdings of another financial institution. Bad bank.
A loan granted for long-term duration crops will be treated as NPA if the installment of principal or interest thereon remains overdue for one crop season. If a term deposit matures and proceeds are unpaid, the amount left unclaimed with the cooperative bank shall attract rate of interest as applicable to savings account or the contracted rate of interest on the mature term deposit whichever is lower. അതായത് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ഏതാണ് കുറവ് അതാണ് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റിന് നൽകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. The assistance of dash is sought for taking physical possession under Surface Act. District Magistrate. The guidelines of supervisory action framework include threshold limits of asset quality, profitability and capital adequacy. Dash is the contractual agreement between two parties wherein one party agrees to pay for potential losses or damages caused by another party. Indemnity. Principles of sound lending means safety, security, liquidity and profitability. ഇതെല്ലാം sound lending ഉണ്ടായിരിക്കണം. In a contract of guarantee, there are three parties. They are principal, debtor, creditor and guarantor. Which of the following is a material alteration? Converting an order check into a bearer check. When a check is wrongly dishonored by the bank, it is liable to drawer. As per the provision of Prevention of Money Laundering Act, banks are required to maintain a record of transaction for a period of 5 years for the cessation of the transaction. The standard format of a check is mentioned in nowhere. Which of the following customers does not require higher due diligence? Statutory bodies. How many types of checks are there as per NI Act? 11 types. Which of the following is absolutely necessary for special crossing? Name of banker.